അയൽപക്ക ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ അയൽവീട്ടിൽ ഒരു മരം പദ്ധതി. പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിലാണ് അയൽവീട്ടിൽ ഒരു മരം പദ്ധതി നടപ്പാക്കുന്നത്. കായംകുളം നിയോജക മണ്ഡലം തല ഉദ്ഘാടനം പുള്ളിക്കണക്കിൽ നടത്തി. പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന അയൽവീട്ടിൽ ഒരു മരം പദ്ധതിയുടെ കായംകുളം നിയോജക മണ്ഡലം തല ഉദ്ഘാടനമാണ് പുള്ളിക്കണക്ക് NSS ഹൈസ്കൂളിൽ നടന്നത്. അയൽവീട്ടിൽ ഒരു മരം പദ്ധതി സംസ്ഥാന ചെയർമാൻ ഡോക്ടർ ജോഷുമാർ ഇഗ്നാത്തിയോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതുപോലെയുള്ള ഷീറ്റുകൾ കൊണ്ടുള്ള ഒരു സംവിധാനത്തിന്റെ അടിയിൽ ഇരുന്നാൽ ചൂട് കൂടത്തേ ഉള്ളൂ. എന്നാൽ നമ്മുടെ പ്രകൃതിയിൽ കുറെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുവാൻ സാധിച്ചാൽ നാമൊക്കെ ഉച്ഛ്വസിക്കുന്ന അശുദ്ധവായു സൂര്യപ്രകാശത്തിലൂടെ ഈ മരങ്ങളുടെ ഇലകൾ പാചകം ചെയ്ത് ആവശ്യമായ പ്രാണവായു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ അനുഗ്രഹമാണ് അതിലൂടെ ലഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. മരങ്ങൾ നടുന്നത് വഴിയായി മണ്ണൊലിപ്പ് തടയുക, മരങ്ങൾക്കൊക്കെ ഒഴുകി വരുന്ന മഴയിലെ വെള്ളത്തിൽ ഒഴുകി വരുന്ന ആ മണ്ണിനെയൊക്കെ തടഞ്ഞു നിർത്താനുള്ള കഴിവുണ്ട്. ഇല്ലായെങ്കിൽ ഈ മണ്ണൊക്കെ ഒലിച്ച് അറബിക്കടലിൽ പോയി നിവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മറ്റു ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് സസ്യങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. കായംകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോളമൻ റൊസാരിയോ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ പദ്ധതി വിഷയാവതരണം നടത്തി. പിതാവ് ഗാന്ധിഭവന്റെ അയൽവീട്ടിൽ എന്ന ഈ മരം പദ്ധതിയുടെ സംസ്ഥാന ചെയർമാൻ കൂടിയായ ഡോക്ടർ ജോഷുമാർ ഇഗ്നാത്തിയോസ് പിതാവ്, ഈ സ്കൂളിന്റെ മാനേജർ സോളമൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ സ്വാഗതപൂർവ്വം അത് സ്വീകരിക്കുകയും ഇത് നടപ്പിലാക്കുവാനും മുന്നിൽ നിൽക്കുന്ന പ്രിയങ്കരനായ KP ഹരികുമാർ സാർ, PTA പ്രസിഡന്റ്, ഈ പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിച്ച് മുന്നേറുന്ന പ്രിയങ്കരനായ സന്തോഷ് B സാർ, PTA അംഗമായിട്ടുള്ള ഞാൻ അദ്ദേഹത്തോടൊപ്പം മറ്റൊരു സ്കൂളിലെ PTA പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ സ്കൂളിന്റെ മാനേജറായി കുറച്ചു കാലം ഹാരിസ് സാർ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട K ഹാരിസ് സാർ, സീനിയർ അസിസ്റ്റന്റ് ആയിട്ടുള്ള ലതിക ടീച്ചർ, അക്കോക്ക് എന്ന വിഷപ്പുരഹിത ഭക്ഷണ അലമാര അടക്കമുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അക്കോക്കിന്റെ പ്രസിഡന്റ് നാസർ പുല്ലൂളങ്ങര, സെക്രട്ടറി ഈ സ്കൂളിലെ സ്കൂൾ മാനേജർ KV ഹരികുമാർ, പ്രഥമാധ്യാപിക താരാചന്ദ്രൻ, PTA പ്രസിഡന്റ് സന്തോഷ് B, KA ഹാരിസ്, സീനിയർ അസിസ്റ്റന്റ് ലതിക KG, നാസർ പുലോളങ്ങര, മായ സഞ്ജയ്, ഫസൽ റഹ്മാൻ, പ്രവീൺ കുമാർ എന്നിവർ പങ്കെടുത്തു. വാർഡ് കൗൺസിലർ കൂടിയായ സോളമൻ റൊസാരിയോ ശുപാർശ നൽകിയത് പ്രകാരമാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കുമായി 650ഓളം ഫലവൃക്ഷ തൈകൾ സമ്മാനിച്ചു. ഒരു വർഷം 1 ലക്ഷത്തോളം ഫലവൃക്ഷ തൈകൾ നട്ടുകൊണ്ട് വീടുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ദൃഢമാക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് സെക്രട്ടറി പുനലൂർ സോമരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കായംകുളം.